Hi friends, welcome back. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. The distance traveled in t seconds by an object starting with a speed of u meters per second and moving along a straight line with its speed increasing at the rate of a meters per second. Every second is given by ut plus half at square meters. An object moving in this manner travels 10 meters in 2 seconds and 28 meters in 4 seconds. With what speed did it start? At what rate does its speed change? എന്താ പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങില് 2 മീറ്റർ പെർ സെക്കൻഡ് എന്നും പിന്നെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എങ്ങനെയാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്? ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഫിസിക്സിൽ പഠിക്കാൻ വരുന്നതുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോ ഒരു ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് പാസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റില് എന്താണ് കൊടുത്തുള്ളത്? യു മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, യു മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ആ ഒബ്ജക്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ആയിരിക്കില്ല അത് മൂവ് ചെയ്യുമ്പോൾ. ഇവിടുന്ന് ഇങ്ങോട്ട് ആ സ്പീഡ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 2 ആണെങ്കിൽ ഇതെന്താവും, പിന്നെ 4 ആവും. അപ്പൊ ആ രീതിയിൽ പോവുകയാണെങ്കിൽ 6, അങ്ങനെ ആ രീതിയിൽ പോകും. അപ്പൊ എത്ര സ്പീഡാണ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കണതാണ്, എത്രയാണ് ഇത് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കണത്. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടിയ എന്താണ്? സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് യു മീറ്റർ പെർ സെക്കൻഡും ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ്? അവിടെ കൊടുത്തിട്ടുണ്ട് എ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്റ്റാർട്ടിങ് യു മീറ്റർ പെർ സെക്കൻഡും പിന്നെ ഇൻക്രീസ് ചെയ്യുന്നതിന് എ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെ ടൈമും കൊടുത്തിട്ടുണ്ട് ടി സെക്കൻഡ് കൊണ്ട് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്താ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്ന, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമെന്നൊക്കെ ചെയ്യുന്നത്. അപ്പൊ ടൈമിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ടി സെക്കൻഡ് എന്നുള്ളതും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചോദിച്ചത്? ഈ ടി സെക്കൻഡ്സ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും? ഓക്കെ, ഈ ടി ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ആയിട്ട് കവർ ചെയ്യാം? ഇപ്പൊ സ്റ്റാർട്ടിംഗ് നമുക്ക് തന്നിട്ടുണ്ട്, സ്പീഡ് ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിന് കണ്ടെത്താനുള്ള ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? d is equal to ut plus half at square. ഇങ്ങനെയാണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക കേട്ടോ. d is equal to ut plus half at square എന്നാണ് ഇതിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഈ മാനറിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്കും 10 meters in 2 seconds, 2 സെക്കൻഡില് 10 meters. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസും ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കണ്ടെത്തണം. നമുക്ക് ഇക്വേഷനിലോട്ട് വരാം. അപ്പോ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത്, ഇപ്പൊ ഇവിടെ ടി നമുക്ക് തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. ഈ ടി തന്നെയാണ് ഈ ടിയും വരിക കേട്ടോ. നമുക്ക് കണ്ടെത്തേണ്ടത് ഏതൊക്കെയാണ്? സ്റ്റാർട്ടിങ്ങും പിന്നെ സ്പീഡ് ചേഞ്ച് ആവുന്നതും നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിൽ പോരുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? അപ്പൊ എന്താ നമ്മുടെ ഇക്വേഷന്? ഡി is equal to ut plus half at square എന്നാണ്. അപ്പൊ ഡി നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. 10 മീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ 10 മീറ്റർ ഡി എന്നുള്ളടത്ത് 10 മീറ്റർ. ഓക്കെ, ഇനി സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു യുവിന്റെ അവിടെ യു തന്നെ കൊടുക്കാം. അപ്പൊ ടിന്റെ അവിടെ 2. അപ്പൊ 2 into യു എന്ന് പറയുന്നത് എന്താണ്? 2u plus half at square. half into a into t square എന്ന് പറയുന്നത് 2 into 2 തന്നെയല്ലേ? 2 into 2 നോക്കാം. ഈ 2 തന്നെയാണ് ഇവിടെ വരിക. 2 into 2. ഓക്കെ, ഇത് എങ്ങനെ എഴുതാം? 10 meter is equal to 2u plus 2 into 2 4.
4.5 2, അപ്പൊ 2a. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടി. എങ്ങനെയാണ് 10 meter is equal to 2u plus 2a എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് അവിടെ 2 തന്നിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞില്ല, ഇൻ ദിസ് മാനറിൽ travels 10 meters in 2 seconds and 28 meters in 4 seconds എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 10 meter in 2 seconds നമ്മൾ ചെയ്തു, ഇനി 28 meter in 4 seconds ചെയ്യാം. 28 ഡിസ്റ്റൻസ് എന്നുള്ളത് 28 എത്ര സെക്കൻഡിലാണ്? 4 സെക്കൻഡിൽ അല്ലേ? അപ്പൊ ഇവിടെ ടൈമിന്റെ അവിടെ 4u എന്ന് കൊടുക്കാം. പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു 4 ഇൻറ്റു 4. 2ന്റെ അവിടെ 4 കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? 28 meter is equal to 4u plus half into 4 into 4 16. 4 into 4 16. 16ന്റെ half 8. അപ്പൊ 80. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. സോ നമുക്ക് ഇവിടെ 2 ഇക്വേഷൻ ഇട്ടിട്ടുണ്ട്. 2u plus 2a is equal to 10 4u plus 8a is equal to 28 എന്നുള്ള 2 ഇക്വേഷൻ. ഇനി എന്താ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാറ്? ഇതിപ്പോ യുവും എയും നമുക്ക് എക്സും ആയിട്ടും വൈയും ആയിട്ടുള്ളത് 2യും എയും ആയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷന് ഇതൊന്ന് പോകണം, മീൻസ് ഒരു വെക്റ്റത്തൊന്ന് പോകണം എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ ഈ ഭാഗം പോകും, ഒന്നില്ലെങ്കിൽ ഈ ഭാഗം പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഇപ്പൊ 4u is equal to എത്രയാണ്? 2u. പിന്നെ 8ന്ന് 2 പോയാൽ 6a വരും. അപ്പൊ അതൊന്നും പോണില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 2u ഈ ആദ്യത്തെ ഇക്വേഷൻ 4 ഈ 2 4 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. ഇൻറ്റു 2 ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ ഇൻറ്റു 2u. 2u ഇൻറ്റു 2 4u പ്ലസ് 2a into 2 4a is equal to 10 into 2 എത്രയാണ്? 20 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, 28 നിന്ന് 20 പോയാൽ 8 is equal to 8a 4a പോയാൽ 4a. 4a is equal to 8 ആണ്. ഇനി a കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? Therefore a is equal to 8/4 എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പൊ a നമുക്ക് കിട്ടി 2 ആണ് നമുക്ക് കിട്ടിയത്. മീൻസ് 2 meter per second. a എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കിട്ടി. ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ്? 2 എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യണ്ട. ഇനി അതിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് കണ്ടെത്തണം. സ്റ്റാർട്ടിങ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. ആദ്യത്തെ ഇക്വേഷന് എങ്ങനെ എടുക്കാം? 2u പ്ലസ് 2a എന്നുള്ളടത്ത് a നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 2 എന്ന് എഴുതാം. പിന്നെ ഇൻറ്റു എന്റെ പകരം 2 എഴുതാം. ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് 2u പ്ലസ് 2 into 4 ഈസ് ഈക്വൽ ടു 10. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 2u ഈസ് ഈക്വൽ ടു പ്ലസ് 4 അങ്ങോട്ട് പോകുമ്പോ -4 ആയി മാറും. 10 - 4 ഈസ് ഈക്വൽ ടു 6. ഇപ്പൊ 2u നമുക്ക് കിട്ടി എത്രയാണ്? 6 ആണ്. ഇനി u കണ്ടെത്താം. അപ്പോ u ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 3. ഇപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡ് എത്രയായിരുന്നു? 3 meter per second. അപ്പൊ ഒരു ഒബ്ജക്റ്റ് അത് സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാണ്? 3 meter per second. പിന്നെ അത് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോ
2 കൂടി എന്നല്ല പറയുന്നത്. അപ്പൊ ഇവിടെ 2 ആണ് ഇവിടെ കൂടുന്നത്. അപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോ എത്രയാവും? പിന്നെയും 2 കൂടും. അപ്പൊ 5ന്റെ കൂടെ 2 കൂട്ടിയാൽ 7. അങ്ങനെ കൂടി കൂടി അങ്ങനെ ഇരിക്കും. പിന്നെ 5, 7, പിന്നെ 9, പിന്നെ 11 അങ്ങനെ ആയിരിക്കും അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ എന്താ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ് സ്പീഡ് എന്നും അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണോ നമുക്ക് എഴുതാം. സ്റ്റാർട്ടിങ് ഈസ് ഈക്വൽ ടു എത്രയാണ്? സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് u ആണ്. അപ്പോ 3 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. സ്റ്റാർട്ടിങ്ങിൽ 3 മീറ്റർ പെർ സെക്കൻഡും ഇൻക്രീസ് ചെയ്യുന്നത് 2 മീറ്റർ.